ഇപ്പം പലരുടെയും ഡൗട്ടാണ്. ഇപ്പം നമ്മുടെ കമൻറ്റിൽ വന്ന് ചോദിക്കാറുണ്ട്, ഇപ്പം വിളവിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചിയും അതുപോലെ കസ്തൂരി മഞ്ഞളും ഒക്കെ എങ്ങനെയാണ് സൂക്ഷിക്കുന്നുള്ളത്. ചിലർക്കൊന്നും അറിയത്തില്ല. പക്ഷെ പണ്ട് നമ്മൾ പല രീതിയിൽ നമ്മൾ ഇത് വിത്തിനൊക്കെ ഉള്ളത് നമ്മൾ സൂക്ഷിച്ച് വെക്കുമായിരുന്നു. പക്ഷേങ്കിൽ ഇന്നത് പെട്ടെന്ന് ഉണങ്ങിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അതൊക്കെ 3-4 ടിപ്സ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന് വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മുടെ കയ്യിൽ നിന്നാണെങ്കിൽ കുറേ പേര് കസ്തൂരി മഞ്ഞളും അതുപോലെ മഞ്ഞൾ വിത്തും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ എങ്ങനെ നടണം, എപ്പം നടണം, എങ്ങനെ സൂക്ഷിക്കണമെന്നൊന്നും ആർക്കും ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. പ്രത്യേകിച്ച് പുതുതായിട്ട് കൃഷിയിലോട്ട് വരുന്നവർക്ക് ഇതെല്ലാം നടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരിക്കും. പക്ഷേ ഇതൊക്കെ എങ്ങനെയാണ്, എപ്പോഴാണ് എന്നൊക്കെ ഉള്ളതായ ഒരു വീഡിയോ ആണ്. എങ്ങനെ സൂക്ഷിക്കാം എന്നൊക്കെ ഉള്ളൊരു വീഡിയോ ആണ്. ഒരു 3-4 ടിപ്സ് ഞാൻ അതിനകത്ത് പറഞ്ഞു തരുന്നുണ്ട്. ഇഞ്ചിയും മഞ്ഞളും അതുപോലെ തന്നെ കസ്തൂരി മഞ്ഞൾ, കൂവ വിത്ത് ഇതെല്ലാം നമ്മൾ വിളവെടുക്കുന്ന സമയമാണ്. വിളവെടുക്കുന്ന സമയം അതിക്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി നിങ്ങൾ ഈ ഇഞ്ചിയുടെയൊക്കെ വിത്തുണ്ടല്ലോ, ഇഞ്ചി കിളയ്ക്കാതെ ഇട്ടേക്കുവാന്നുണ്ടെങ്കിൽ അത് മണ്ണിനടിയിൽ കിടന്ന് അങ്ങ് ചുക്കുമാതിരി ആയിപ്പോവും. അതുകൊണ്ട് എന്ത് വേണം, നമ്മൾ ഇഞ്ചിയൊക്കെ കിളച്ചിട്ട് ഈ രീതിയിൽ നമ്മൾ സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കണം. അതപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇഞ്ചി സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന പേപ്പറുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്താൽ മതി. ഇപ്പം നല്ല പേപ്പറുകളൊന്നും എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇത് ഒന്ന് വെള്ളത്തിലൊന്ന് കുതിർക്കുക. ഒരുപാട് വെള്ളം അതിൽ നിൽക്കേണ്ട കേട്ടോ. ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞിട്ട് ഒരു വെള്ളത്തിൻ്റെ നനവും മാത്രം മതി. ഇതിനകത്തോട്ട് നമ്മളെന്ത് വേണം, നമ്മുടെ വിത്തിന് ഉള്ളതായ ഇഞ്ചി നമ്മളിങ്ങനെ അങ്ങോട്ട് പറക്കി വെക്കണം. കുറേശ്ശെ വെച്ചിരുന്നാൽ മതി. രണ്ട് ഇങ്ങനെ അങ്ങോട്ട് വെക്കുക. നമ്മളൊരു ബക്കറ്റ് എടുക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ചെടിച്ചട്ടി ഏതായാലും മതി, അതിനകത്തോട്ട് നമ്മളിങ്ങനെ ആക്കി വയ്ക്കുക. അങ്ങനെ എല്ലാം നമുക്ക് കിഴി കെട്ടി അതിനകത്തോട്ട് വയ്ക്കാം. നമ്മൾ നടുന്ന സമയമാകുമ്പോഴത്തേക്കുണ്ടല്ലോ ഇതിനകത്തെല്ലാം നല്ലതുപോലെ മുളയൊക്കെ വന്നിട്ട് നമുക്ക് നടാൻ നല്ല പരുവായിട്ട് നമുക്ക് കിട്ടും. നമ്മളുണ്ടല്ലോ പണ്ടൊക്കെ ഉമ്മിക്കകത്തൊക്കെ ഇട്ട് വയ്ക്കുമായിരുന്നു. ഉമ്മിക്കകത്തൊക്കെ ഇപ്പോൾ നമുക്ക് ഉമ്മിയൊന്നും കിട്ടാനില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ നിസ്സാരമായിട്ട് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്സാണിത്. അപ്പം ഇതേപോലെ നിങ്ങൾ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ നമുക്ക് ഇഞ്ചി എല്ലാ വർഷവും നമുക്ക് നട്ടുപിടിപ്പിക്കാനും നല്ലതുപോലെ വിളവെടുക്കാനായിട്ടും സാധിക്കും. ഉണ്ട്. ഇനി ഇങ്ങനെ അങ്ങോട്ട് സൂക്ഷിച്ച് വെക്കുക. ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് നമ്മുടെ ഈ പേപ്പർ ഉണങ്ങുകയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വെള്ളം ഒന്ന് നനച്ച് കൊടുക്കണം. വെള്ളം ഒരുപാടൊന്നും കോരി ഒഴിച്ചു കളയരുത്. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് നനച്ച് ഇതിന് മേളിൽ ഒരു ന്യൂസ് പേപ്പറും കൂടെ വെച്ചിട്ട് നമുക്കങ്ങ് അടയ്ക്കൊന്നും ചെയ്യരുത്. ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു റൂമിലങ്ങ് വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഇനി നമുക്ക് വേറെ ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് അടച്ച് വയ്ക്കാം. ഇനി ഇതിനകത്ത് പ്രത്യേകിച്ച് അടപ്പൊന്നും അടയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ അങ്ങ് വെച്ചിരുന്നാൽ മതി. നമുക്ക് കാണാം ഇതിനകത്ത് ഡ്രൈ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ സ്വല്പം വെള്ളം ഈ പേപ്പർ മാറ്റിയിട്ടൊന്ന് നനച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇഞ്ചി സൂക്ഷിക്കുന്ന കണ്ടോ. ഇനി നമുക്ക് മഞ്ഞൾ എങ്ങനെയാണ് സൂക്ഷിക്കുന്നതെന്ന് നോക്കാം. ഇനി അടുത്ത് മഞ്ഞൾ സൂക്ഷിക്കാനായിട്ട് നമ്മൾ ദാണ്ട ഒരു പഴയ തുണി എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ വീട്ടിലുള്ള ഏത് കോട്ടൺ തുണി ആയാലും മതി. ലുങ്കിയോ അതേപോലെ തോർത്തോ നമ്മുടെ നൈറ്റിയുടെയൊക്കെ കോട്ടൺ ഉണ്ടല്ലോ അത് മാത്രമേ എടുക്കാവൂ. പോളിസ്റ്റർ ഒന്നും എടുക്കണ്ട. ഇങ്ങനെയുള്ള തുണി എടുത്തിട്ട് നമ്മളൊന്ന് നനയ്ക്കുക. അല്ലെങ്കിൽ നമ്മൾ ചണത്തിൻ്റെ ചാക്കുണ്ടല്ലോ അതെടുത്താലും നന്നായിരിക്കും. അപ്പോൾ എൻ്റെ ചണത്തിൻ്റെ ചാക്കില്ലാത്തതുകൊണ്ട് ഞാൻ തുണിയാണ് എടുക്കുന്നത്. അത് നല്ലതുപോലെ വെള്ളം അങ്ങ് പിഴിഞ്ഞ് കളയണം. തുണിക്ക് നനവ് മാത്രം മതി കേട്ടോ. അത് നമ്മൾ ഇഞ്ചി ചെയ്തതുപോലെ തന്നെ 3-4 കിഴിക്കെട്ടിനകത്തോട്ട് നമ്മളിങ്ങനെ കെട്ടി വെച്ചിരുന്നാൽ ഒരു കേടും ആവാതെ നമ്മുടെ മഞ്ഞളങ്ങ് ഇരുന്നോളും. ഇത് ഇതേപോലെ ഇപ്പം ഞാൻ ഒരെണ്ണത്തിൽ കെട്ടി കാണിക്കുകയാണ്. നിങ്ങളൊരു 3-4 എണ്ണത്തിൽ നമ്മുടെ എത്ര ഉണ്ടോ അതിനനുസരിച്ച് വേണം നമ്മൾ കെട്ടി വയ്ക്കാനായിട്ട്. ഇങ്ങനെ അങ്ങോട്ട് ആക്കിയിട്ട് കെട്ടി അങ്ങോട്ട് വയ്ക്കാം. നമ്മൾ വേറൊരു ബക്കറ്റ് എടുത്തിട്ട് അതിനകത്തോട്ട് വയ്ക്കാം. എനിക്കിഷ്ടം പോലെ മഞ്ഞളും ഇഞ്ചിയൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ എല്ലാം കൂടെ ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ അത്യാവശ്യം നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇഞ്ചിയും മഞ്ഞളും നമ്മൾ സൂക്ഷിച്ച് കഴിഞ്ഞു. ഈ 3 എണ്ണത്തിനും കസ്തൂരി മഞ്ഞളിനും ഇഞ്ചിക്കും കൂവയ്ക്കും 4 എണ്ണത്തിനും നമുക്ക് ഇതേ രീതി തന്നെ നമുക്ക് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഇനി അടുത്തത് കസ്തൂരി മഞ്ഞൾ നമുക്ക് എങ്ങനെയാണ് അടുത്ത വിളവിന് വേണ്ടിയിട്ട് തയ്യാറാക്കി വെക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് നല്ല കൊട്ട തറയായിരുന്നു വെച്ചാൽ മഴയൊന്നും പെയ്യാതെ നല്ലതുപോലെ ഉണങ്ങി വരണ്ടിരുന്ന തറയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മണ്ണൊക്കെ ഇളക്കി ഒരു കുഴിയെടുത്തതിന് ശേഷം അതിനകത്ത് ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം ഇനി അതിനകത്തോട്ട് നമുക്ക് മണ്ണ് ഒരുപാട് ആഴത്തിലൊന്നും നമ്മൾ കുഴിക്കേണ്ട കാര്യമില്ല. അപ്പം ഇതിനകത്തോട്ട് നമുക്ക് ചെറുതായിട്ട് മണ്ണ് ഇട്ട് കൊടുക്കാം. മണ്ണിട്ട് കൊടുത്തിട്ട് എന്തുവേണമെന്ന് അറിയാമോ, കുറച്ചുകൂടെ നമ്മൾ വെള്ളം ആഴ്ചയിൽ 1-2 ദിവസം നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് തളിച്ചു കൊടുക്കണം.
അപ്പോൾ നമ്മൾ നടുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിന് നല്ലതുപോലെ നാമ്പൊക്കെ വന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അത് എടുത്ത് നടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇനി പറമ്പിൽ നിങ്ങൾക്ക് കുഴിച്ചിടാൻ സൗകര്യമില്ലെന്നുണ്ടെങ്കിൽ ഗ്രോ ബാഗിനകത്തോ അല്ലെങ്കിൽ പൊട്ടിയ ബക്കറ്റിനകത്തോ ഏതിൽ വേണമെങ്കിലും നമുക്ക് ഈ ഇഞ്ചിയും മഞ്ഞളും കസ്തൂരി മഞ്ഞളും ഒക്കെ നമുക്ക് കുഴിച്ചിടാവുന്നതാണ്. അപ്പോൾ ഒരു ഗ്രോ ബാഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും നട്ട് ഉപയോഗം കഴിഞ്ഞിരിക്കുന്നതായ ഗ്രോ ബാഗ് എടുത്താലും മതി. അപ്പം അതാവുമ്പോൾ പുതിയതെടുക്കുകയെന്നുണ്ടെങ്കിൽ അതിലൊരു പകുതിയോളം കരിയില നിറച്ചതിന് ശേഷം കുറച്ച് മണ്ണിടുക. അതിൻ്റെ മുകളിലോട്ട് ഇനി നമുക്ക് ഈ കസ്തൂരി മഞ്ഞളോ ഇഞ്ചിയോ എന്താണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം. അത് ഇതേപോലെ കുറച്ച് മണ്ണ് മുകളിലിട്ടതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് അങ്ങോട്ടേക്കണം. വല്ലപ്പോഴൊക്കെ ഇച്ചിരി വെള്ളം കൂടെ തളിച്ച് കൊടുത്താൽ നമ്മൾ നടുന്ന സമയമാകുമ്പോഴത്തേക്ക് നല്ലതുപോലെ കിളിയിലൊക്കെ വന്ന് ഇരുന്നു. അപ്പോൾ ഇത്രയും രീതിയിലൊക്കെ നമുക്ക് നമ്മുടെ വിത്ത് വകകൾ സൂക്ഷിച്ച് വെക്കാനായിട്ട് സാധിക്കും. ഇനി നടുന്നതെന്ന് വെച്ചാൽ നമുക്കിനി മഴയൊക്കെ പെയ്യുന്ന സമയത്ത് വേണം നടാനായിട്ട്. മഴയെന്ന് വെച്ചാൽ നമുക്കൊരു ഏപ്രിൽ മെയ് മാസമൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് എന്തായാലും നടണം. പുതുമഴയൊക്കെ പെയ്യുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് വേണം ഇത്. നല്ലോണം തടമൊക്കെ തുറന്നിട്ട് നമ്മുടെ കൈവശമുള്ള ചാണകം അതുപോലെ കമ്പോസ്റ്റ് എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നടാവുന്നതാണ്. ഇഞ്ചി കസ്തൂരി മഞ്ഞൾ കൂവ വിത്ത് ഒക്കെ നടുന്ന വീഡിയോ നേരത്തെ കാണിച്ചിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയിട്ട് വേണം കൃഷിയൊക്കെ ചെയ്യാനായിട്ട്. നല്ല രീതിയിൽ നമുക്ക് വിളവെടുക്കാനായിട്ടൊക്കെ സാധിക്കും. ഇത് മാത്രമല്ല കേട്ടോ, നമ്മുടെ പറമ്പിൽ മാത്രമല്ല ഗ്രോ ബാഗിനകത്തും ചട്ടിയിലും ബക്കറ്റിനകത്തും ഒക്കെ നമുക്ക് ഇഞ്ചി കസ്തൂരി മഞ്ഞളും ഒക്കെ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. ഈ മഞ്ഞളൊക്കെ ഉണ്ടല്ലോ ഒരു 10 മൂടെങ്കിലും നമ്മുടെ വീട്ടിൽ നടണം. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മഞ്ഞൾപ്പൊടിയെക്കുറിച്ച്. നമുക്ക് മഞ്ഞൾപ്പൊടിയൊന്നും ആയിരിക്കത്തില്ല നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നത്. വെറും മഞ്ഞയായിട്ടുള്ളൊരു പൊടിയായിരിക്കും കിട്ടുന്നത്. അപ്പം തീർച്ചയായിട്ടും വിഷമില്ലാത്ത മഞ്ഞൾപ്പൊടിയൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം, സ്വന്തമായിട്ട് കൃഷി ചെയ്തെങ്കിൽ മാത്രമേ മതിയാവുള്ളൂ. അത് നമുക്ക് ടെറസിലോ നമ്മുടെ മുറ്റത്തോ അല്ലെ ചാക്കിനകത്ത് കരിയിലേക്കൊക്കെ വാരി വെച്ചിട്ട് അതിനകത്ത് നമുക്ക് കുറച്ച് മണ്ണ് ഉപയോഗിച്ചിട്ട് നമുക്ക് കൃഷിയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പം ഈ മഞ്ഞൾ വിത്തിനും ഇഞ്ചി വിത്തിനും കൂവ വിത്തിനും കസ്തൂരി മഞ്ഞളിനും ഒക്കെ ഈ എല്ലാ ടിപ്സുകളും ബാധകമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഇഞ്ചി വിത്തിനെ നമ്മൾ പേപ്പറിൽ പൊഞ്ഞ് വെച്ചെന്ന് കരുതിയിട്ട് പേപ്പറിൽ തന്നെ വെക്കണമെന്നില്ല. മണ്ണിനകത്ത് നമുക്ക് ഒരുമിച്ച് ഒരു കുഴിക്കകത്താക്കിയിട്ട് നമ്മൾ കസ്തൂരി മഞ്ഞൾ ചെയ്ത പോലെ ചെയ്യാം, മഞ്ഞളിനെ അതേപോലെ ചെയ്യാം. അപ്പം കസ്തൂരി മഞ്ഞളിനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പേപ്പറിനകത്ത് പൊതിഞ്ഞ് വയ്ക്കാം. ഒരുപാടുണ്ടെന്നെങ്കിൽ വ്യാവസായികമായിട്ടൊക്കെ കൃഷി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് പൊതിഞ്ഞൊന്നും വെക്കാനായിട്ട് സാധിക്കത്തില്ല. ഒന്നേ നിങ്ങൾ വെള്ളം നനച്ച് ഒരു ചാക്കൊക്കെ കൊണ്ടുവന്ന് മൂടിയിടാം. അതിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉമി കിട്ടുകയെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ മൂടിയൊക്കെ ഇടാമെന്നുണ്ടെങ്കിൽ നടുന്ന സമയത്ത് ചുക്ക് പോലായി പോകാതെ നമുക്ക് നടാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും കൃഷിയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതിൻ്റെയൊക്കെ വിത്തുകൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. www.minisLifestyle.com എന്ന് വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂവ വിത്ത്, മഞ്ഞൾ വിത്ത്, അതുപോലെ തന്നെ കസ്തൂരി മഞ്ഞൾ, പലതരം വെജിറ്റബിൾസിൻ്റെ വിത്തുകളുണ്ട്, ഗ്രോ ബാഗുണ്ട്, നല്ല നാടൻ പുളിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇപ്പം കൃഷിയെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ടിപ്സുകളൊക്കെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി, നന്ദി, നമസ്കാരം.